സ്വീകരിക്കും. പാലോന്നം ശ്രീജിത്ത് നമ്പൂതിരി അദ്ദേഹം പുഷ്പകാരമണിയിച്ച് ഇപ്പോൾ സ്വീകരിക്കും. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സത്രവേദിയെ അനുഗ്രഹിച്ചും കൊണ്ട് ഭാഗവത വൈഢൂര്യം ബ്രഹ്മശ്രീ പുല്ലൂർ മണ്ണ് രാമൻ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ആരംഭിക്കുന്നു. അദ്ദേഹത്തെ ഏറ്റവും ആദരപൂർവം പ്രഭാഷണ പീഠത്തിങ്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രാധേശ്യാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. പീതാംബരംഗരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീഗുരുവായൂരപ്പാ ശരണം, ശ്രീഗുരുവായൂരപ്പാ ശരണം, ശ്രീഗുരുവായൂരപ്പാ ശരണം. ഗജാനനം ഭൂതഗണാധിസേവിതം കവിധ്വജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ശ്രീമഹാഗണപതയേ നമഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. സുഖായ കർമാണി കരോതി ലോകോ നതയി സുഖം വാന്യതു പാരമം വാ. തൃതീയ സ്കന്ധത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ വിതുരൻ ചോദിച്ചു വെച്ചു, സുഖം കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്? എല്ലാവരും സുഖത്തിന് വേണ്ടിയിട്ടാണ് കർമ്മം ചെയ്യണതൊക്കെ. എന്തോ കർമ്മം ചെയ്യണുണ്ടോ ഉദ്ദേശം സുഖാവല. ശരിയായ സുഖം കിട്ടണുണ്ടോ? കിട്ടുകയാണെങ്കിൽ കർമ്മം അവിടെ നിർത്തണ്ടേ? പിന്നെയും കർമ്മം ചെയ്യണില്ലേ? ശരിയായ സുഖം കിട്ടണില്ല. മാത്രമല്ല വിചാരിക്കാത്ത ദുഃഖമാണ് നമ്മൾക്ക് കയറി വരുന്നത്. ദുഃഖത്തിന് വേണ്ടിയിട്ട് ആരും ഒന്നും ചെയ്യണില്ല. ദുഃഖം ഇങ്ങനെ കയറി വരണമുണ്ട്. ഓരോ ദിവസം കഴിയുമ്പോഴും ദുഃഖമാണ് നമ്മുടെ അടുത്തേക്ക്. ഇതിൻ്റെ യുക്തി എന്താണെന്നാണ് വിതുരൻ ചോദിച്ചത്. അതിനുത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വരാഹാവതാരവും കപിലാവതാരവും ദക്ഷയാഗവും ഭ്രുവചരിതവും പൃഥുചരിതവും ഒക്കെ പറഞ്ഞു വെച്ചത് ശരിയായ സുഖം എങ്ങനെ കിട്ടുമെന്ന് ബോധ്യപ്പെടുത്താനാണ്. പ്രത്യേകിച്ചും സർഗം വിസർഗം എന്ന ലീല തൃതീയ സ്കന്ധം കൊണ്ട് സർഗലീലയാണ്, ചതുർത്ഥം കൊണ്ട് വിസർഗലീല വിശേഷപ്പെട്ട സൃഷ്ടിയാണ്. പ്രധാനമായിട്ട് പുരുഷാർത്ഥങ്ങളെ വർണ്ണിക്കുകയാണ് ചതുർത്ഥ സ്കന്ധം കൊണ്ട്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇതാണ് പുരുഷാർത്ഥം. ധർമ്മത്തെ ദക്ഷയാഗം കൊണ്ട് കാണിച്ചു. ശരിയായ സുഖം കിട്ടണമെങ്കിൽ ഭേദബുദ്ധി ഉണ്ടാവരുതെന്ന് ദക്ഷയാഗം കൊണ്ട് ഭഗവാന്റെ ഉപദേശ. അഹം ബ്രഹ്മ ച സർവശ്ച ജഗത കാരണം പരം. ഞാനും ബ്രഹ്മദേവനും ശിവനും ഒന്നാണ്. വേറെ വേറെ കാണരുത്. വേറെ കണ്ടാൽ കാണുന്ന ആൾക്കാണ് ദുഃഖം. ഞങ്ങൾക്ക് ദുഃഖമൊന്നുമില്ല. ഒരേ ഒരു ഈശ്വരൻ തന്നെയാണ്. 3 ഗുണത്തെ സ്വീകരിച്ച് 3 കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത് ഒരേ ഒരു ഈശ്വരനാണ്. വേറെ വേറെ ഈശ്വരനൊന്നുമില്ല. അപ്പോൾ വേറെ വേറെ കാണരുത്. നാമ അപരാധമൊക്കെ പറയാറുണ്ട്. വാസ്തവം 10 കൂട്ടം കാര്യങ്ങളാണ് നാമ അപരാധം. പ്രധാനമായിട്ട് അതിൽ പറയുന്നത്
ശിവനും വിഷ്ണുവും രണ്ട് എന്ന് പറഞ്ഞാൽ വലിയ പാപമായി. രണ്ടില്ല, ഒരേ ഒരു ഈശ്വരനാണ്. ഒന്നായ നിന്നൈഹ രണ്ടെന്നു കണ്ടളവിലുണ്ടായൊരിണ്ടൽവത മിണ്ടാവ്. ഒന്നായ വസ്തുവിനെ രണ്ടായിട്ടും മൂന്നായിട്ടും കണ്ടാൽ വിഷമുണ്ടാവും. അപ്പോൾ ഒരേ ഒരു ഈശ്വരൻ തന്നെയാണ് എല്ലാമായി ശോഭിക്കുന്നത്. ഭേദബുദ്ധി ഉണ്ടാവരുത് എന്ന് അവിടെ ബോധ്യപ്പെടുത്തി ഭഗവാൻ തന്നെ പറഞ്ഞു കൊടുത്തു. സാധാരണക്കാർക്ക് ഇത് പറഞ്ഞു കൊടുത്ത കഥയാണ്. അത് ധ്രുവൻ്റെ കഥ. ശരിയായ അർത്ഥം എന്താണെന്ന് ധ്രുവനും കാണിച്ചു തന്നു. ശരിയായ അർത്ഥം ധ്രുവന് ബോധ്യമായി. വൈശ്രവണനാ ചോദിച്ചത് എന്താ ധ്രുവ വേണ്ടതെന്ന്. ധനത്തിൻ്റെ അധിപതിയാണ് വൈശ്രവണൻ. എന്താ വെച്ചാൽ ചോദിച്ചോളൂ എന്ന് പറഞ്ഞപ്പം ധ്രുവന് ബോധ്യമായി ഭൗതിക സമ്പത്തൊക്കെ വാസ്തവം നശിക്കുന്നതാണ്. എത്ര കണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഇല്ലാതെയാവാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നശിക്കാത്ത സമ്പത്ത് ഹരൗസൗവറേജലീതാം സ്മൃതിം യഥാ, ഇളകാത്തൊരു ഭക്തി വേണമെന്നാണ് ധ്രുവൻ പറഞ്ഞത്. ശരിയായ സമ്പത്ത്, ഈ ഭൗതിക സമ്പത്ത് വാസ്തവം ഏകാദശസ്കന്ധം പറയുന്നുണ്ട് 15 കൂട്ടം അനർത്ഥങ്ങളെ ഉണ്ടാക്കുന്നതാണ്. ധാരാളം സമ്പത്തുണ്ടായാൽ ആരെയും വിശ്വാസമില്ല, എവിടെയാണ് വെക്കേണ്ടതാണ് നിശ്ചയമില്ല. ഉണ്ടായാലാണ് ബുദ്ധിമുട്ടേ. ആ ബ്രാഹ്മണൻ്റെ കഥയിൽ പറയുന്നുണ്ട്, അദ്ദേഹം അനുഭവിക്കൂല്ല, ഒപ്പമുള്ള ആൾക്കാർക്ക് കൊടുക്കൂല്ല. ധനം അധികം ഉണ്ടായപ്പോഴുള്ള ബുദ്ധിമുട്ടാണ്. അപ്പം ആവശ്യത്തിനുണ്ടായാൽ മതി അല്ലേ. അധികം ഉണ്ടായാൽ ഈ വൈശ്രവനാണ് നാരദ മഹർഷിയോട് പറഞ്ഞത്, എൻ്റെ കുട്ടികളെയും കൂടെ ഒന്ന് നേരാക്കണം കേട്ടോ അല്ലേ. വൈശ്രവണ വാസ്തവം ധ്രുവന് വേണ്ട നന്മ പ്രദാനം ചെയ്തപ്പോഴാണ് നാരദ മഹർഷി കാരണമാണ് ധ്രുവൻ ഇവിടെ എത്തിയതെന്ന് വന്നതോടുകൂടി വൈശ്രവണൻ പറഞ്ഞു, എൻ്റെ കുട്ടികൾക്കും നന്മ അങ്ങ് കൊടുക്കണം. അവരാണെങ്കിൽ മന്ദാകിനി നദിയിൽ മദ്യം സേവിച്ച് ബോധമില്ലാതെ കണ്ട സ്ത്രീകളോടുകൂടി കളിക്കുകയാണ്. ദശമസ്കന്ധം വളരെ ഭംഗിയായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അവർക്ക് നാരദ മഹർഷി കൊടുത്തത് ദാരിദ്ര്യം പരമഞ്ജനം. ദാരിദ്ര്യമാണ് വൃക്ഷങ്ങളായി ശോഭിക്കട്ടെ എന്ന്. വൃക്ഷങ്ങളായാൽ തങ്ങൾ വെയിൽ കൊണ്ട് അടുത്ത് വരുന്ന ആൾക്കാർക്കൊക്കെ തണൽ കൊടുക്കുക, ധാരാളം മധുരമായ ഫലങ്ങൾ താങ്ങുക. മറ്റുള്ളവർക്ക് മാവൊന്നും ഒരു മാങ്ങയും കഴിക്കാറില്ല. ഇപ്പം നമുക്ക് തരാണേ. ചില കുട്ടികൾ നല്ല മാങ്ങ കണ്ട ആ കുട്ടികൾ എറിയുകയും ചെയ്യും. ഈ എറിയണ കുട്ടികൾക്കും കൊടുക്കുക, മാങ്ങയെ കൊടുക്കുക. ഇങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞാൽ ഈശ്വരാനുഗ്രഹം ഉണ്ടാവുന്ന ഋഷേരാസീത് അനുഗ്രഹമാണ്. ആ ഋഷീശ്വരൻ്റെ അനുഗ്രഹമാണ് വാസ്തവം. പൃഥുവിൻ്റെ കഥയും അത് തന്നെ കാണിക്കുന്നു. കാമലീലയാ വാസ്തവം പൃഥുവിൻ്റെ കഥ. എന്തിനെയാണ് കാമിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഭഗവാന്റെ കഥകളാണ്. ഇത് കാമിച്ചൂടെ? കഥകൾ കേൾക്കാൻ സാധിക്കണം. അതിന് 10,000 കാതുകളുടെ ശ്രവണശക്തി ഈ കാതിന് വേണമെന്നാണ്. കർണായുധമേഷമേ വര, ആ വരാണ് ആവശ്യപ്പെട്ടത്. മാത്രവുമല്ല പൃഥു ഒന്നും കൂടി പറഞ്ഞു വെച്ചിട്ടുണ്ട്, യഥാചരേത് ബാലഹിതം പിതാ സ്വയം തഥാ ത്വമേവ അർഹസി ന സമീഹിതും. ദക്ഷൻ പറഞ്ഞത് കൂട്ടം തെറ്റി പോകുന്ന ആൾക്കാരെ കൂട്ടത്തിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട്, ഹേ മഹാദേവ ശിക്ഷിച്ചാലും എന്നെ കൂട്ടത്തിൽ നിന്ന് പുറത്തേക്ക് ആക്കരുത് എന്നാ ദക്ഷൻ പറഞ്ഞതെങ്കിൽ ധ്രുവൻ പറഞ്ഞ അതല്ല ഗുരുവായൂരപ്പ, എന്നെ അമ്മ നോക്കും പോലെ നോക്കണേന്നാ. വാശ്രേവ വത്സകമനുഗ്രഹകാതരോസ്മാൻ എന്നാണെങ്കിൽ പൃഥു പറഞ്ഞത് ഒന്നും കൂടി കയറ്റി വെച്ചു. യഥാചരേത് ബാലഹിതം പിതാ സ്വയം. പിതാവ് പുത്രൻ നോക്കും പോലെ. അച്ഛനും അമ്മയും ഒരുപോലെ അല്ലേ? ധ്രുവൻ അമ്മ നോക്കും പോലെ എന്ന് പറഞ്ഞെങ്കിൽ പൃഥു പറഞ്ഞത് അച്ഛൻ നോക്കും പോലെയെന്ന്. ഒരുപോലെ ആണെന്ന് പറഞ്ഞാൽ പോരാ, അമ്മയ്ക്ക് അധികം കാരുണ്യമാണ്. അമ്മയ്ക്ക് അധികം കാരുണ്യമാവുകൊണ്ട് ആപത്ത് വളരെ വേഗം ഉണ്ടാവും. അച്ഛന് കാരുണ്യം കുറവാവുകൊണ്ട് ആപത്തും കുറയും. അതല്ലേ വാസ്തവം വേണ്ടത്? അച്ഛൻ നോക്കും പോലെ നോക്കണേന്നാണ് ആ പൃഥുവിൻ്റെ കഥയിൽ കൂടിയിട്ട് വളരെ പ്രാധാന്യമായിട്ട് ആ ഭാഗവതം വർണ്ണിച്ച്. അങ്ങനെ ആ പുത്രനായ വിജയാശ്വൻ്റെ വംശത്തെ വർണ്ണിക്കുമ്പോഴാണ് വിജയാശ്വൻ്റെ പൗത്രൻ്റെ പുത്രനായിട്ടാണ്
വേദിഷത്ത് എന്നു പേരായ ഒരു മഹാരാജാവിൻ്റെ കഥ. അദ്ദേഹത്തിന് കർമ്മങ്ങളെ കൊണ്ട് മറ്റൊരു പേരും കൂടി ഉണ്ടായി, പ്രാചീന ബരിഹിസ് എന്നൊരു പേര്. കിഴക്ക് അഗ്രമായി ദർഭപ്പുല്ല് വെച്ച് യാഗം ചെയ്ത ആള് എന്ന പേരാണ് പ്രാചീച്ച കിഴക്ക്, ബരിഹിച്ച ദർഭപ്പുല്ല്. ദർഭപ്പുല്ല് തല കിഴക്കോട്ടാക്കിയിട്ട് വെച്ച് അസംഖ്യം യാഗം ചെയ്ത ആളാണ്. യാഗം ചെയ്യാൻ വേണ്ടി അദ്ദേഹം വിവാഹം കഴിച്ചു. യാഗം ചെയ്യാനാണ്, മറ്റൊന്നിനും വിവാഹം പറഞ്ഞില്ല. പത്നി ഇല്ലാതെ കണ്ട് യാഗം ചെയ്യാൻ വയ്യ. ഇപ്പം മേശാന്തിയാവാൻ വിവാഹം കഴിച്ചോളണമെന്നില്ല, യാഗം ചെയ്യാൻ നിർബന്ധ വിവാഹം കഴിച്ചോളണം. അങ്ങനെ ശതദ്രുതി എന്ന പേരായ പെൺകുട്ടിയാണ് വിവാഹം കഴിച്ചത്. അതിലാണ് ഈ കർമ്മത്തിൻ്റെ ശുദ്ധി. അദ്ദേഹം യാഗം ചെയ്തതിൻ്റെ കണക്ക് ഭാഗവതം പറയുന്നുണ്ട്. അദ്ദേഹം ഉപയോഗിച്ച് ദർഭപ്പുല്ല് മുഴുവൻ കൂട്ടിയെടുത്താൽ ഭൂമിക്ക് പന്തലിടാം. അത്രയും യാഗം ചെയ്തതാണ്. അപ്പോൾ ഈ കർമ്മത്തിൻ്റെ ഒക്കെ അവസാനം സംഭവിക്കുന്നത്, കർമ്മ അവസാനം ഹരിസ്മരണയാണ്. എന്ത് കർമ്മമായാലും, ദാനമായാലും, യോഗമായാലും, തപസ്സായാലും, സന്ധ്യാവന്ദനമായാലും, ഹോമമായാലും, എന്ത് കർമ്മം ചെയ്യുമ്പോഴും അവസാനിപ്പിക്കൽ ഭഗവാന്റെ നാമം ജപിച്ചിട്ടാണ്. പൂജ കഴിക്കുകയാണെങ്കിൽ പൂജ കഴിക്കൽ പോലും, പൂജ കഴിഞ്ഞാൽ ഭഗവാന്റെ നാമം ജപിക്കുകയാണ് മേശാന്തി. യാഗം കഴിക്കൽ കഴിഞ്ഞാൽ യാഗത്തിൻ്റെ അവസാനം ഈശ്വര സ്മരണയാണ്. സന്ധ്യാവന്ദനം കഴിഞ്ഞാൽ പോലും ഞങ്ങളൊക്കെ ചെയ്യാറ് ഭഗവാന്റെ നാമം ജപിക്കാറാണ്. ഈ കർമ്മത്തിൽ ആ കർമ്മം ശുദ്ധമാവാൻ ഭഗവത് സങ്കല്പം കൊണ്ടേ, ഭഗവത് സ്മരണം കൊണ്ടേ ശുദ്ധമാവുള്ളൂ. അങ്ങനെ ഈ കർമ്മം, ഇങ്ങനെ കർമ്മം ചെയ്യുക കാരണം അദ്ദേഹത്തിന് 10 പുത്രന്മാരുണ്ടായി. വിവാഹത്തിന് 10 കുട്ടികളാണ് ഉണ്ടായത്. അതും അവർക്ക് പേരിട്ടത് പ്രചേതസോ നാമ സുചേതസുതാം. പ്രചേതസുക്കൾ എന്നാണ് പേരിട്ടത്. സുചേതസ്സുകളാണ്, നല്ല മനസ്സുള്ള ആൾക്കാരാണ്. ഇത് കിട്ടാനാണ് ഞെരുക്കം. നേരത്തെ അങ്കൻ പറഞ്ഞു, ഉണ്ടാവുന്ന കുട്ടികളൊക്കെ ദുഷ്ടന്മാരായാൽ വളരെ വേഗം ഹരേ നാരായണ ഹരേ നാരായണ. നല്ല ആൾക്കാരാണെങ്കിലോ എന്താ ചെയ്യുക? ആ ഉണ്ണിയെ സ്നേഹിച്ചുകൊണ്ട് അവിടെ കൂടും ഇല്ലേ? എന്നാൽ ഇവിടെ പറയണു കർമ്മത്തിലെ ശുദ്ധി 10 കുട്ടികളാണ് നല്ല മനസ്സുള്ള കുട്ടികൾ, സുചേതസ്സുക്കളാണ്. അവരോട് അച്ഛൻ പറഞ്ഞത്, നിങ്ങൾ ഈശ്വരനെ സേവിച്ചോളൂ എന്ന് പറഞ്ഞ് ഈശ്വരനെ സേവിക്കാൻ 10 പേരും വരിവരിയായിട്ട് പോകണം. 10 പേരും വരിവരിയായിട്ട് പോണത് കണ്ടപ്പം ഇതെവിടെയാന്ന് ചോദിച്ചാൽ നാരായണീയം പറയുന്നത് തഥാ ഭവതീർത്ഥമിതം സമാഗതാന്ന്. ഗുരുവായൂരപ്പൻ്റെ വടക്ക് ഭാഗത്തുള്ള രുദ്രതീർത്ഥത്തിൻ്റെ കരയ്ക്കലാണ് ഈ 10 പേരും. ഗുരുവായൂരൊക്കെ പോയിട്ടില്ലേ? ഗുരുവായൂർ പോയിട്ടില്ലേ? ഇപ്പം പോവാം, പോയിട്ടില്ലേ? ഇടയ്ക്കൊക്കെ പോകണം ഇല്ലേ? തിരക്കൊക്കെ ഉണ്ടാവും. ഇപ്പം ഭാഗവതത്തിൽ കൂടി നമുക്ക് ഗുരുവായൂർക്കാൻ പോവാം ഇല്ലേ? ഗുരുവായൂർക്കാൻ പോകുമ്പം ഈ 10 പേരും അന്വേഷിച്ച് നല്ല ശാന്തമായ സ്ഥലമാവണം. ഭഗവാനെ സേവിക്കാൻ ശാന്തമായ സ്ഥലമാവണം. ഇങ്ങനെ അന്വേഷിച്ച് പോയപ്പോഴാണ് അവർ ശ്രീപരമേശ്വരനാണ് കണ്ടത്. ഉപഗീയമാനമരപ്രബലം വിബുധാനുഗൈയ തപ്തഹേമനികായാപം ശിതികണ്ഠം ത്രിലോചനം. മുക്കണ്ഠനായ ശ്രീപരമേശ്വരനെയാണ്. ഗുരുവായൂർക്ക് പോണ വഴിക്കലാണ് മഹാദേവൻ ശോഭിക്കുന്നത്. അപ്പം നമ്മൾ മമ്മിയൂരെ നാക്കിയിട്ടുണ്ട് ഇല്ലേ? വാസ്തവം ഭഗവാന്റെ മഹിമ പറയുന്ന സ്ഥലമാണ് മഹിമയൂരാണ് മമ്മിയൂരായി മാറിയത്. ഭഗവാൻ അവിടെ കുടുംബസമേതാണ് മമ്മിയൂര്. ഭഗവാൻ എല്ലാവരോടും കൂടിയാ ഭഗവാൻ നിൽക്കുന്നേ. ജഗതപിതരൗ വന്ദേ പാർവതീ പരമേശ്വരൗ, അല്ലെങ്കിൽ പാർവതീ പരമേശ്വരൗ എന്ന ഭഗവാനായി മഹാദേവന്.
മഹാദേവൻ അവിടെ കുട്ടികളോടുകൂടി പത്നിയോട് കൂടിയാണ് അവിടെ ഭഗവാനോട് കൂടി ഇരിക്കുന്ന സ്ഥലമാണ് മമ്മിവരം. ഒരു ഭാഗത്ത് ഗണപതി, നടുക്കാണെങ്കിൽ സുബ്രഹ്മണ്യൻ, മറുഭാഗത്ത് ഭഗവതി, ശാസ്താവ് എല്ലാവരോടും കൂടി ഇരിക്കണ, നടുക്ക് ഭഗവാനുണ്ട്. ഭഗവാനോട് കൂടിയിരിക്കണ ശ്രീപരമേശ്വരനാണ് ഈ 10 പേരും അവിടെ കണ്ടത്. ഭഗവത് പാദത്തിലാണ് നമസ്കരിച്ചു. മഹാദേവൻ്റെ പാദത്തിൽ ഈ 10 പേരും നമസ്കരിച്ചു. നമ്മൾ കുറച്ച് നേരെ പറയാൻ സമയം തന്നിട്ടുള്ളൂ, വളരെ കുറച്ച് സമയം തന്നിട്ടുള്ളൂ. ഈ സമയം കൊണ്ട് ഇത് പറയാൻ പറ്റുമോ എന്ന് നിശ്ചയെങ്കിലും ഇല്ലെങ്കിൽ പറ്റുന്ന മാതിരി പറയാം. വളരെ പ്രധാനമായ ഒരു രംഗമാണ്. ഭഗവാൻ ചോദിച്ചു, യൂയം വേദിഷത പുത്ര വിദിതം വശ്ചികീർഷിതം അനുഗ്രഹായ ഭദ്രം വ ഏവം മേ ദർശനം കൃതം. ഹേ കുട്ടികളെ, നിങ്ങൾ ആ പ്രാചീന ബർഹിസിൻ്റെ കുട്ടികളല്ലേ? നിങ്ങൾ ശ്രീ ഗുരുവായൂരപ്പനെ സേവിക്കാൻ വന്ന ആൾക്കാരല്ലേ? ഗുരുവായൂരപ്പനെ സേവിക്കുന്ന ആൾക്കാരെ കാണൽ എനിക്ക് വലിയ ഇഷ്ടമാണ്. എൻ്റെ ഭക്തന്മാരെക്കാൾ എനിക്കിഷ്ടം ഗുരുവായൂരപ്പൻ്റെ ഭക്തന്മാരെ കാണാൻ സാധിക്കലാണ്. അതെനിക്ക് സാധിച്ചു. സാധിക്കാത്ത വാസ്തവം എന്താണ്? ഭഗവന്തം വാസുദേവം പ്രപന്ന സപ്രിയോ. എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. നമ്മളൊക്കെ ഗുരുവായൂരപ്പൻ്റെ ഭക്തന്മാരാണെന്ന് പറയാറുണ്ട് അല്ലേ? ഭഗവാൻ സമ്മതിച്ചിട്ടുണ്ടോ? നിശ്ചയില്ല അല്ലേ? ഭഗവാന്റെ കണക്കിൽ നമ്മളെ പേരൊക്കെ പെട്ടിട്ടുണ്ടോ ചോദിച്ചാൽ, പണ്ട് ഹനുമാനും നാരദ മഹർഷിയും സംവാദം ഉണ്ടായി. സംവാദത്തിലാണ് നാരദ മഹർഷി ഭഗവാന്റെ ലിസ്റ്റ് നോക്കിയപ്പോഴാണ് തൻ്റെ പേരതിലുണ്ട്, ഹനുമാൻ്റെ പേരതിലില്ല. പറഞ്ഞു, ഹേ ഹനുമാൻ, അങ്ങയുടെ പേര് കാണാനില്ലട്ടോ അതിലെന്ന്. ഭഗവാൻ ഇഷ്ടമായിട്ടുണ്ടാവില്ല, അതാവും എന്ന് ഹനുമാൻ പറഞ്ഞു. എങ്കിലും അവിടെ ഭഗവാൻ ചോദിച്ചപ്പോൾ വേറൊരു ലിസ്റ്റ് കൊടുത്തു. ഭഗവാൻ അംഗീകരിച്ച ഭക്തന്മാരുടെ പേരിൽ ആദ്യത്തെ പേര് ഹനുമാൻ്റെ പേരാണ്. ഇങ്ങനെ സദാസമയത്തും മോക്ഷം പോലും വേണ്ടാന്ന് വെച്ച് രാമനാമം ജപിക്കുന്ന ആളാണ് ഹനുമാൻ. ഇതുപോലെ നമ്മളൊക്കെ ഭക്തി എപ്പോഴാണ് ഭഗവാൻ സ്വീകരിക്കാൻ നിശ്ചയില്ല. അവിടെ ഭക്തന്മാരെ കാണെങ്കിൽ സ്വധർമ്മനിഷ്ഠ ശതജന്മഭിപുമാൻ വിരിഞ്ചതാമേതി തതപരം ഹിമാം അവ്യാകൃതം ഭാഗവതോധ വൈഷ്ണവം പദം യഥാഹം വിബുധ കലത്യയെ. സ്വധർമ്മം തെറ്റുകൂടാതെ കണ്ട് ശതജന്മഭിസ്യാൽ 100 ജന്മം ചെയ്താൽ, സ്വധർമ്മം ചെയ്യണമെന്നാണ് കാവിലം വർണ്ണിച്ചത്. സ്വധർമ്മ ആചരണം ശക്തിയ വിധർമാച നിവർത്തനം എന്നാണ്. സ്വധർമ്മം ശ്രദ്ധയോടുകൂടി 100 ജന്മം ചെയ്താൽ വിരിഞ്ചതാമേതി ബ്രഹ്മദേവൻ്റെ ആൾക്കാരെ കാണാൻ പറ്റുന്നേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെയും കുറെ ജന്മം ചെയ്താൽ തതപരം ഹിമാം എൻ്റെ ആൾക്കാരെ കാണാം. എന്നാലും ഗുരുവായൂരപ്പൻ്റെ ഭക്തന്മാരെ കാണാൻ സാധിക്കില്ല. അത് ഈ ഉള്ളവന് സാധിച്ചു എന്നാണ് മഹാദേവൻ. കാരണം ഇവർ ഭക്തന്മാരായിട്ടില്ല, ഭഗവാനെ സേവിക്കാൻ വന്നിട്ടേ ഉള്ളൂ. അപ്പം തന്നെ ഭഗവാൻ പറയുക കഴിഞ്ഞു, ഗുരുവായൂരപ്പൻ്റെ ഭക്തന്മാരായി. മഹാദേവനാണ് ഈ ഭക്തിയെ പ്രദാനം ചെയ്യുക. ഗുരുവായൂരപ്പൻ ഭക്തി അങ്ങനെയൊന്നും കൊടുക്കില്ല. മുക്തി ദദാതി കരിഹിച്ചിൽ സ്മന ഭക്തിയോഗം. മുക്തിയെ മുകുന്ദൻ വാരി വാരി കൊടുക്കെങ്കിൽ ഭക്തിയെ ഭഗവാൻ അങ്ങനെയൊന്നും കൊടുക്കണമെങ്കിൽ നല്ലോണം ഭഗവാൻ പരീക്ഷിക്കും. എന്നാൽ മഹാദേവനാണെങ്കിലോ തൻ്റെ അടുത്ത് വന്ന ആൾക്കാർക്കൊക്കെ ശ്രീഹരിയുടെ പാദഭക്തിയാണ് കൊടുക്കുക. അപ്പം ആ ഭക്തിയെ പ്രദാനം ചെയ്യുന്ന മഹാദേവനാണ് പറയുന്നത്, എനിക്കിത് സാധിച്ചുട്ടോ, ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഭക്തനെ കാണാൻ സാധിച്ചു എന്ന് പറഞ്ഞ് ഭഗവാൻ എന്നും ജപിക്കുന്ന സ്തോത്രം ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ഭഗവാൻ ഗുരുനാഥനായിട്ട്
ആരാ വാസ്തവം ഗുരുനാഥൻ ചോദിച്ചാൽ ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ലോകഗുരുനാഥനാണ് ശ്രീ മഹാദേവൻ. മഹാദേവൻ തന്നെ ഗുരുനാഥനായിട്ട് കുട്ടികൾക്ക് പ്രേസുക്കൾക്ക് ഭഗവാൻ എന്നും ജപിക്കണ മന്ത്രം ഉപദേശിച്ചു കൊടുക്കുകയാണ്. തനിക്ക് ബ്രഹ്മദേവൻ ഉപദേശിച്ചതാണെന്ന് പറഞ്ഞ് ഉപദേശിക്കുന്നു. ഭഗവാന്റെ മഹിമയെ പറയുന്നു. ഏതാണ്ട് ഈ സ്തുതി നോക്കിയാൽ ഒരു അക്രൂര സ്തുതി പോലെ. ദശമസ്കന്ധത്തിൽ ഒരധ്യായം മുഴുവൻ അക്രൂരിൻ്റെ സ്തുതിയാണ്. 40-ാം അധ്യായം ഏതാണ്ട് അതുപോലെയാണ് മഹാദേവൻ പറയുന്നത്. ആദ്യം തന്നെ പറഞ്ഞ ഇതന്ത ആത്മവിദ്യുരിയ സ്വസ്ഥയേ സ്വസ്തിരസ്തു മേ ഭവതാരാധസാരാധം സർവസ്മാ ആത്മനേ നമ. എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ. ഇതന്താത്മവിദ്യുതിയ സ്വസ്ഥയേ സ്വസ്തിരസ്തു മേ. ആദ്യത്തെ പ്രാർത്ഥന തന്നെ ആൾക്കാരെ വലിയ ആൾക്കാരെ നമസ്കരിക്കുമ്പം അറിവുള്ള ആൾക്കാരെ നമസ്കരിക്കുമ്പം 2 കൈയും ശിരസിൽ വെച്ച് ആശീർവദിക്കുന്ന മന്ത്രമാണ് സ്വസ്തി ആയുഷ്മാൻ ഭവ സൗമ്യാന്ന്. എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ സാരം. മാത്രവുമല്ല നമ പങ്കജനാഭായ ഭൂതസൂക്ഷ്മേന്ദ്രിയാത്മനെ വാസുദേവായ ശാന്തായ കൂടസ്ഥായ സ്വരോജിഷേ. മനസ്സിലെ 4 അവസ്ഥയാണ്. മനോബുദ്ധിരഹങ്കാര ചിത്തം. ചിത്തത്തിൻ്റെ നാഥനാണ്, ചൈത്യനാണ് ശ്രീവാസുദേവൻ. ആ വാസുദേവൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വാസുദേവായ ശാന്തായ കൂടസ്ഥായ സ്വരോജിഷേ. ഭഗവാൻ ശാന്തമൂർത്തിയാണ്. ഗുരുവായൂരപ്പൻ ശാന്തമൂർത്തിയാണ്. ആ നമ്മളൊക്കെ സേവിക്കണ മൂർത്തിയുടെ ഗുണമാണ് നമുക്ക് ഉണ്ടാവുക. തമോ ഗുണമാണെങ്കിൽ താമസമായ ഭാവമാണ്. ഇപ്പം സത്വഗുണം വേണം, അത് നിർഗുണം ആയിക്കോളും. ശാന്തമൂർത്തിയാണ്. ഇതാണ് ഭഗവാന്റെ മുഖത്തിങ്ങനെ നോക്കി 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 ഉദ്ധവനോ കിട്ടിയത്. ഭഗവാന്റെ മുഖത്തുള്ള ആ പുഞ്ചിരിയാണ് കിട്ടിയത്. ശുചിസ്മിത കോയം അഭിഷധരിശന എന്നാ ഗോപികൾ ഉദ്ധവനെ കണ്ടപ്പോൾ ഇങ്ങനെ പുഞ്ചിരിക്കുന്ന ആരാ? ശുചിസ്മിത കോയം. ആരായിരിക്കും ഇദ്ദേഹം? ഭഗവാന്റെ മുഖത്തുള്ള പുഞ്ചിരിയാണ്. നമ്മൾക്കൊക്കെ മറ്റുള്ള ആൾക്കാരുടെ പുഞ്ചിരിക്കാറാവണം. ഇല്ലേ? ഇപ്പം ആർക്കും പുഞ്ചിരിക്കാൻ വയ്യ ഇല്ലേ? പല്ല് കാണിക്കാൻ മാത്രമേ പുഞ്ചിരിക്കണമെങ്കിൽ ഉള്ളിൽ ആനന്ദം ഉണ്ടായാൽ പുറത്തേക്കുള്ള ഭാവമാണ് പുഞ്ചിരി. ഇപ്പോൾ പല്ല് കാണിക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ വൃത്താസുരനൊക്കെ ചിരിച്ചു എന്ന് പറയുന്നുണ്ട്. ദുർലഭ ആൾക്കേ സാധിക്കുള്ളൂ. ആ ശാന്തമൂർത്തിയായ ശ്രീഹരിയെ നമസ്കരിക്കുക. സംഘർഷണായ സൂക്ഷ്മായ ദുരന്തായ അന്ധകായ ച. സംഘർഷമൂർത്തിയായ ശ്രീഹരിയെ നമസ്കരിക്കുക. അഹങ്കാരത്തിൻ്റെ ദേവതയാണ് സംഘർഷമൂർത്തി. ഭഗവാൻ ഈ 4 രൂപവും ഒന്നിച്ചെടുത്ത കൃഷ്ണാവതാരം. ശ്രീകൃഷ്ണൻ, ബലഭദ്ര, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ. ഈ 4 രൂപം. ബലഭദ്രനാണ് സംഘർഷണമൂർത്തി. ആ സംഘർഷണ പ്രഭാവം, ഭഗവാന്റെ സംഘർഷണ പ്രഭാവം തന്നിലേക്ക് ആകർഷിക്കുകയാണ്. എല്ലാവരെയും തന്നിലേക്ക് ഇങ്ങനെ ആകർഷിക്കുകയാണ്. ഇങ്ങനെ വരാത്ത ആൾക്കാരൊക്കെ ഭഗവാൻ തൻ്റെ കലപ്പ കൊണ്ടാണ് പിടിക്കും. എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുന്നതാണ് ഭഗവാന്റെ പ്രഭാവം. ബുദ്ധിയുടെ മൂർത്തിയാണ്. നമോ വിശ്വപ്രബോധായ പ്രദ്യുമ്നായ അന്തരാത്മനെ. ബുദ്ധിയുടെ മൂർത്തി. ആ ബുദ്ധി നേരെ ആവണം. ഇതോ കെട്ടുകഥയെന്ന് ആൾക്കാർ പറയുന്നുണ്ട് ഇപ്പം ഇല്ലേ? ഭാഗവതം കഥയൊന്നും പറയണ്ടെന്നാണ് ഇപ്പം പറയുന്നത്. പിന്നെന്താ ഭാഗവതം പറയേണ്ട? കൃഷ്ണകഥ പുണ്യ എന്നാണ്. കഥയല്ലേ പറയേണ്ടത്? ഗുരുവായൂരൊക്കെ ആഞ്ഞും തട്ടയൂർ നമ്പൂരിയും തോട്ടും ഒക്കെ വർണ്ണിച്ചത് ഗുരുവായൂരപ്പൻ്റെ കഥകളാണ്. അപ്പം അതിൽ കൂടി തന്നെ നമ്മളെ മനസ്സ് പിടിക്കാൻ പറ്റുള്ളൂ.
അപ്പോൾ ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്ന ആളാണ് പ്രദ്യുമ്നൻ. പ്രദ്യുമ്നനായി ശോഭിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. പിന്നെ അനിരുദ്ധനായി ശോഭിക്കുന്നതും നമോ നമോ നിരുദ്ധായ ഹൃഷീകേശേന്ദ്രിയാത്മനെ നമ പരമഹംസായ പൂർണ്ണായ നിഭൃതാത്മനെ. ഭഗവാൻ പൂർണ്ണനാണ്. പൂർണ്ണെന്ന് വെച്ചാൽ എത്ര കെടുത്താലും അവിടെ ബാക്കി വരില്ല. പൂർണ്ണനാണ് ഭഗവാൻ. ഭഗവാൻ പറയേണ്ട ഞാൻ അപൂർണനാണ്. പൂർണ്ണനാരാന്ന് ചോദിച്ചാൽ ഋഷീശ്വരന്മാരാണ് പൂർണ്ണന്മാരെന്നാണ് ദശമസ്കന്ധത്തിൽ ഭഗവാൻ തന്നെ നാരദ മഹർഷിയോട് പറയുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ പൂർണ്ണനാണ്. ആ പൂർണ്ണനായ ശ്രീഹരിയെ നമസ്കരിക്കാൻ എല്ലാമായി ശോഭിക്കുന്നത് ഈ ശ്രീകൃഷ്ണ ഭഗവാനാണ്. വാസുദേവനായിട്ടും പ്രദ്യുമ്നനായിട്ടും സംഘർഷണനായിട്ടും അനിരുദ്ധനായിട്ടും ശോഭിക്കുന്നത് ഈ ശ്രീ ഗുരുവായൂരപ്പനാണ്. ഗുരുവായൂർ വിഷ്ണുവിൻ്റെ വിഗ്രഹമാണെങ്കിലും ഗുരുവായൂർ വിഷ്ണു ക്ഷേത്രമല്ല, ശ്രീകൃഷ്ണ ക്ഷേത്രം അല്ലേ. ഗുരുവായൂർ ശ്രീകൃഷ്ണ കാരണം വിഷ്ണുവിനേക്കാൾ ഒന്നുകൂടി നമ്മളെ മനസ്സിനെ ആകർഷിക്കാൻ നല്ലത് കൃഷ്ണനായാലാണ്. കൃഷ്ണൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? ശ്രീകൃഷ്ണനെ ഇഷ്ടമല്ലേ? ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല. ഭഗവാന്റെ ആ സ്വരൂപം ഇവിടെ മഹാദേവനാ പറയുന്നത് സ്നിഗ്ധപ്രാവുൽഘനശ്യാമം സർവസൗന്ദര്യ സംഗ്രഹം ചാർവായ ദുർബാഹും. അതും സർവസൗന്ദര്യ സംഗ്രഹം എന്നാ ഭഗവാനെ പറ്റിയിട്ട്. ഇതിലപ്പുറം സൗന്ദര്യം പറയാൻ വാക്കില്ല. സൗന്ദര്യത്തിന് പറയാൻ വാക്ക് വേണ്ടേ? ഗുരുവായൂരപ്പൻ്റെ സൗന്ദര്യം സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപമാശ്ചര്യതോപ്യാശ്ചര്യം ഭുവനേ നഗസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. ഏറ്റവും സൗന്ദര്യമുള്ള വസ്തുക്കളിൽ അധികം സൗന്ദര്യമാണ് ഭഗവാന്റെ മഹിമ. ഓരോ ദിവസവും കളഭം ചാർത്തുമ്പം ആ ചാർത്തുന്നത് കേൾക്കാറില്ലേ? ഉച്ചപൂജ അലങ്കാരം കേൾക്കാറില്ലേ? ഓരോ ദിവസവും കേൾക്കുമ്പം ഒരു പ്രത്യേക ഭംഗിയാണ്. ഗുരുവായൂരപ്പൻ്റെ അലങ്കാരത്തിന് പ്രത്യേക ഭംഗിയാണ് വാസ്തവം. ഓരോ ദിവസവും ഭഗവാന്റെ സൗന്ദര്യം. സ്ത്രീണന്തുലളിതാദേവി പുരുഷാണന്തുരാഘവ തയോരൈക്യം മുകുന്ദസ്യ ലാവണ്യം കേന വർണ്യതേ. ഗുരുവായൂരപ്പൻ്റെ സൗന്ദര്യം എങ്ങനെ പറയാൻ പറ്റും? സ്ത്രീ സൗന്ദര്യം അധികം കാണിച്ചത് സ്ത്രീണന്തുലളിതാദേവി മോഹിനീമൂർത്തിയാണ്. മഹാദേവൻ പോലും ഒന്ന് പിന്നാലെ പോയിട്ടുണ്ട്. പിന്നെ പുരുഷ സൗന്ദര്യം അധികം കാണിച്ചത് പുരുഷാണന്തുരാഘവ ശ്രീരാമേന്ദ്രസ്വാമിയാണ്. ഒന്നും അണിയാതെ കണ്ട് താപസനായിട്ട് ആ കാട്ടിൽക്കാണ് രാജ്യം ശ്രിയം പ്രണയിന സുഹൃദോ നിവാസം. എല്ലാം വിട്ട് ഭഗവാൻ കാട്ടിലേക്കാണ് പോയി. രാമായണം വർണ്ണിക്കുന്നുണ്ട്. എല്ലാം വിട്ട് കാട്ടിലേക്കാണ് പോകുമ്പം ആടയാഭരണങ്ങളൊന്നും വേണ്ട പോലെ ഇല്ല. താപസവേഷത്തിൽ ശ്രീരാമനെ കണ്ടപ്പം ഋഷീശ്വരന്മാർക്കൊരു മോഹം ഉണ്ടായി. ഒന്ന് സീതയെ പോലെ ഭഗവാനെ ശുശ്രൂഷിക്കണമെന്ന് തോന്നി. അപ്പോൾ ആ ഭഗവാന്റെ ഭാവം എന്താ മഹർഷിമാരെ ഇത്ര ആയിട്ടുള്ളൂ എന്ന്. എല്ലാം ജയിച്ച ആൾക്കാരാ മഹർഷിമാരെ. ലക്ഷ്മണനെ പോലെ ശുശ്രൂഷിക്കണം എന്നാണ് പറയേണ്ടത്. പകരം പറഞ്ഞത് സീതയെ പോലെ. ഭഗവാൻ പറഞ്ഞു മോഹം സാധിപ്പിക്കട്ടോ, കൃഷ്ണാവതാരത്തിൽ വന്നോളൂ. ഈ ഗോപികളായിട്ടൊക്കെ വന്നത് ഋഷീശ്വരന്മാരാണ് എന്ന് ഭാഗവതം പറയാറുണ്ട്. ഭഗവാൻ സജ്ജനങ്ങൾ പറയാറുണ്ട്. അപ്പം ഭഗവാന്റെ ആ സൗന്ദര്യം രണ്ടും കൂടിയാൽ എത്രയുണ്ട്? അതിലും അപ്പുറമാണ് ഗുരുവായൂരപ്പൻ്റെ മഹിമ. അങ്ങനെയുള്ള ഗുരുവായൂരപ്പൻ്റെ ആൾക്കാരെ കാണാൻ
സാധിക്കുക. ക്ഷണാർത്ഥേനാപി തുലയേ ന സ്വർഗം ന പുനർഭവം ഭഗവൽ സംഗീസംഗസ്യ മർത്യാനാം കിമുദാശിഷ. നമ്മളൊക്കെ മനുഷ്യന്മാരിൻ്റെ അല്ലേ? അല്ലെങ്കിൽ പഞ്ചമസ്കന്ധം പറയണ്ട ദ്വിപദ പശുഭീന്ന് ഇരുക്കാലി മൃഗന്ന്. നമ്മളൊക്കെ രണ്ട് കാലിലെ മൃഗമല്ല മനുഷ്യനാവണല്ലേ. ആ പൃഥുവിൻ്റെ കഥയിൽ ഹേ മനുഷ്യ എന്നാ സംബോധന ചെയ്തത്. നമ്മൾക്കൊക്കെ ഈ ജന്മം സഫലമാക്കണമെങ്കിൽ കുറച്ചു നേരം ക്ഷണാർത്ഥേനാഭിതുലയേ ന സ്വർഗം ന പുനർഭവം ഭഗവൽ സംഗീസംഗസ്യ. ഒരു ക്ഷണത്തിൻ്റെ പകുതി സമയം സജ്ജന സംസർഗം നേടാൻ സാധിക്കുകയാണെങ്കിൽ അത് സ്വർഗസുഖത്തേക്കാൾ മോക്ഷത്തേക്കാൾ ശ്രേഷ്ഠമാണ് സജ്ജന സംസർഗം. അത് ഈ ഉള്ളവൻ സാധിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ശ്രീപരമേശ്വരൻ വേണ്ട ഉപദേശവും കൊടുത്തു. കുട്ടികളെ, നിങ്ങൾ ഈ അമ്പലക്കുളത്തിൻ്റെ ഉൾക്കുളത്തിൽ ഇരുന്നു കൊണ്ട് ഗുരുവായൂരപ്പനെ സേവിച്ചോളൂ. അങ്ങനെ അവർ ഭക്തിയോടുകൂടി അനവധി കാലമാണ് ശ്രീ ഗുരുവായൂരപ്പനെ സേവിക്കുന്ന രംഗം ഉദ്ദേശിക്കുന്നത് വളരെ പ്രധാനമാണ്. അരമണിക്കൂറായെന്നോട് പറഞ്ഞത്. അരമണിക്കൂർ ഇപ്പം പറയൽ കഴിഞ്ഞു. ബാക്കി ഭാഗം നമുക്ക് അടുത്ത പ്രഭാഷണത്തിൽ കേൾക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം വരസ്മൈ നാരായണായേതി സമർപ്പയാമി.